ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ മുടി അസുഖം വന്നിട്ട് മുടി പോയൊരു അവസ്ഥ ഉണ്ടായിരുന്നു എനിക്ക്. മുടി മൊത്തത്തിൽ പറഞ്ഞ് ഞാൻ മുട്ടയാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആയിരുന്നു. അങ്ങനെ ഒന്നിച്ച് പിഴുത് പോരുമായിരുന്നു. ഓരോ ഉണ്ട ഉണ്ടാവും കയ്യിൽ. ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, അത്രയും കൊഴിഞ്ഞു പോയിട്ട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. കെട്ടി വയ്ക്കാനൊന്നും പറ്റിയിരുന്നില്ല എനിക്ക്. എന്നിട്ട് ഞാൻ ഒരിക്കൽ ആശുപത്രിയിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ചെയ്ത് പോന്ന് നമുക്ക് മരുന്ന് കുറേ കഴിച്ചാൽ മുടിയൊക്കെ കൊഴിയും. അതുപോലെ ഞാൻ 2 മാസമൊക്കെ വെൻറ്റിലേറ്ററിൽ കിടന്നിട്ട് പിന്നെ എങ്ങനെ മുടി ഉണ്ടാവുക. അപ്പോൾ അവിടെ തന്നെ വെട്ടി കളഞ്ഞായിരുന്നു ഉണ്ടായതൊക്കെ. പിന്നെ മോളൊക്കെ വന്നിട്ട് അവളൊന്ന് വെറുതെ പിടിച്ച് നോക്കുമ്പോൾ അവളെ കയ്യിലെല്ലാം കൂടെ പോന്നു. അപ്പോൾ എന്നെ കാണാതെയാണ് ബക്കറ്റിൽ കൊണ്ടിട്ടിരുന്നത്. പിന്നെ ഞാൻ അവിടെ കിടക്കണമൊക്കെ കണ്ടു. പിന്നെ ഞാൻ തന്നെ കുളി കഴിഞ്ഞിട്ട് അതൊക്കെ 3-4 മാസമൊക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ കാണാം ഒന്നിച്ചിൻ്റെ കയ്യിലിങ്ങനെ പോയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അയ്യോ എൻ്റെ മുടിയൊക്കെ പോയല്ലോ, ഞാൻ മുട്ടയില്ലേ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ എനിക്ക് എൻ്റെ മുടി തിരിച്ച് കിട്ടുമോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇന്നത്തെ കാലത്ത് എന്തെല്ലാം മുടി വെക്കാനുള്ള എന്തൊക്കെ ഇതുണ്ട്, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, അങ്ങനെ ആയില്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ മുടി ഇതേപോലെ വളർത്തിയെടുത്തതാണ് ഇങ്ങനെ. അപ്പോൾ അത് 40 വയസ്സ് കഴിഞ്ഞാൽ മുടി വരില്ല എന്നൊക്കെ എല്ലാവരും പറയുമായിരുന്നു. എൻ്റെ മുടി തിരിച്ച് കിട്ടി എനിക്ക്. മുഴുവൻ കിട്ടിയിട്ടില്ലെങ്കിലും ഇത്രയും വന്നു. ഇതിപ്പോൾ ഒപ്പം വെച്ചിട്ട് മോള് വെട്ടി തന്നതാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, വൈകുന്നേരത്ത് ഇങ്ങനെ പല്ല് അകലുള്ള ഒരു ചീർപ്പ് എടുക്കുക. നല്ല കൂടിയ പല്ലുള്ളത് എടുക്കരുത്. എന്നിട്ട് തലമുടി അത്യാവശ്യം നന്നായി ചിരി കെട്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് എൻ്റെ മുടി നല്ല സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ നീളത്തിലുള്ള മുടിയല്ല, അത് കുറച്ച് ചുരുണ്ട് പോലുള്ള മുടിയാണ്. അത് കാരണമാണ് എൻ്റെ മുടി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ സ്ട്രൈറ്റ് ആക്കുകയാണെങ്കിൽ ഇതിലേക്ക് നീളം ഉണ്ടാവും. ഞാനതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഉള്ളത് ഉള്ള പോലെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേപോലെ നന്നായി ചീകി വൃത്തിയാക്കിയിട്ട് കെട്ടൊക്കെ കളഞ്ഞെടുക്കണം. എന്നിട്ട് ഞാൻ ഉണ്ടാക്കിയ ആ ഒരു വെള്ളമുണ്ട്, അത് തലയോട്ടിയിൽ നന്നായി പിടിപ്പിക്കുക തലേ ദിവസം രാത്രി. ഇപ്പോൾ ജോലിക്ക് പോണവരൊന്നും രാവിലെ ചില ആളുകൾ തല നനയ്ക്കിച്ച് കുളിക്കില്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇത് രാവിലെ വെള്ളത്തിലിട്ടിട്ട് വൈകുന്നേരം കുളിക്കുന്നത് വെച്ചാൽ വൈകുന്നേരം ചെയ്യുക. അല്ല, ജോലിക്ക് രാവിലെ പോകുമ്പോൾ കുളിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെ ഇത് ഉപയോഗിക്കുക. അങ്ങനെ ചെയ്താൽ മതി. പിന്നെ രാത്രി കിടക്കാൻ നേരത്ത് മുടി ഇതേപോലെ ഇങ്ങനെ മുന്നിലേക്കിട്ട് ചീകിയിട്ട് ഇവിടെ ഇങ്ങനെ റിബണോ എന്തെങ്കിലും എടുത്തിട്ട് നെറുകിൽ കെട്ടി വയ്ക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു പണ്ടൊക്കെ. ഞങ്ങളങ്ങനെ കെട്ടിയിരുന്നു. ഇപ്പോൾ ഞാൻ റിബണൊന്നും ഉപയോഗിക്കില്ല, വെറുതെ കെട്ടി വയ്ക്കാറുണ്ട് അങ്ങനെ. അല്ലെങ്കിൽ മുടി നന്നായിട്ട് മടഞ്ഞിടാം. എപ്പോഴും പരത്തിയിട്ടിട്ട് അങ്ങനെ കിടക്കരുത്. മുടഞ്ഞിടുന്നതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനെ കെട്ടുന്നതാണ്. കാരണം മുടി പണ്ടുള്ളവരൊക്കെ പറയാം മുടി പായ തിന്നുമെന്നാണ് പറയുക. നമ്മൾ കിടക്കുമ്പോൾ ഇപ്പോൾ പായൽ നല്ല ബെഡിലാണ്, എന്നാലും മുടി അങ്ങനെ വിടരുത്, ഇങ്ങനെ നെറുകിൽ കെട്ടി വയ്ക്കണം. എന്നിട്ട് അതേപോലെ കിടക്കണം. അപ്പോൾ ഈ വെള്ളം ഇതേപോലെ തലയിൽ ഉപയോഗിച്ചാൽ മതി, ദിവസവും ചെയ്യാതെ. അതൊരു സ്മെല്ലോ അതൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് അപ്പോൾ കഴുകി കളയൊന്നും വേണ്ട, അതങ്ങനെ ഇരുന്നോട്ടെ. രാവിലെ കുളിക്കുമ്പോൾ അത് പൊയ്ക്കോളും. പിന്നെ ഷാമ്പു അതൊന്നും എപ്പോഴും ഇടേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതുപോലെ മുടി മടക്കിയിട്ട് മടക്കുക. തലമുടി എപ്പോഴും മുടിയുടെ തല പിളരുന്നതിനാണ് തല മടക്കിയിട്ട്, തലമുടിയുടെ തലപ്പ് മടക്കിയിട്ട് അങ്ങനെ കെട്ടി വയ്ക്കണം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ആ ഒരു വെള്ളത്തിൻ്റെ കൂട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ടുണ്ട്. ഡെയിലി ഒരു ചെമ്പരത്തിപ്പൂവ് മതി ഡെയിലി ചെയ്യുകയാണെങ്കിൽ. ഒരു 7 ദിവസമൊക്കെ അങ്ങനെ ചെയ്ത് നോക്കുക. ഞാൻ പലതും ചെയ്തിട്ടുണ്ട് മുടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്നും എനിക്ക് മുടി കൊഴിഞ്ഞു പോയിട്ടില്ല. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഓരോന്നായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതേപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക. നമ്മളെ തലമുടിയിലേക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം എടുത്താൽ മതി. ഒരുപാട് വെള്ളമൊന്നും തേച്ച് തല നനച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. തലയോട്ടിയിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ പിടിപ്പിച്ചാൽ മതി. അപ്പോൾ 1 ടീസ്പൂൺ ഉലുവ. ഇനി അതിലേക്ക് ഈ ചെമ്പരത്തിപ്പൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഉലുവ മാത്രം മതി, എന്നാലും കുഴപ്പമില്ല. ചെമ്പരത്തിപ്പൂ ഇവിടെ ഉണ്ടാവുകൊണ്ട് ഞാൻ ഒന്ന് എടുത്തു എന്ന് മാത്രം. ചെമ്പരത്തിപ്പൂ ഏറ്റവും നല്ലതാണ് മുടിക്ക്. അപ്പോൾ ഉലുവ അതേപോലെ കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക രാവിലെ. എന്നിട്ട് പിന്നെ വൈകുന്നേരത്ത് ഈ ചെമ്പരത്തിയുടെ അതിൻ്റെ ഇട്ടാൽ മതി. എന്നിട്ട് അത് നന്നായി യോജിപ്പിച്ചിട്ട് ഇതാണ് തലയോട്ടിയിൽ ദിവസം തേക്കുന്നത്. ഞാൻ അപ്പോഴേ കാണിക്കുന്നത്. രാവിലെ വെള്ളത്തിലിട്ട് വെച്ചതല്ല, അത് ഇപ്പോൾ വെള്ളത്തിലിട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ രാവിലെ കുതിരാൻ വേണ്ടി വൈകുന്നേരത്തെ തേക്കുന്ന വെച്ചാൽ രാവിലെ വെള്ളത്തിലിടുക, രാവിലെ തേക്കുന്ന വെച്ചാൽ രാത്രി വെള്ളത്തിലിട്ട് വയ്ക്കുക. ഡെയിലി ഇങ്ങനെ കുറച്ച് ദിവസം ചെയ്ത് നോക്കുക. അപ്പോൾ മുടി കൊഴിച്ചിലൊക്കെ തന്നെ നിൽക്കും. പിന്നെ തേക്കാനുള്ള എണ്ണയുണ്ട്, അതും തേക്കണം. തലയോട്ടി കൂടെ കുറേശ്ശെ തേക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു സ്പ്രേയുടെ മാത്രം കാര്യം, ഇത് സ്പ്രേ ബോട്ടിലൊക്കെ ആക്കിയിട്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഇത് അരിച്ചിട്ട് ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ തലയിൽ കരട് ഇതേപോലെ നിൽക്കില്ലേ, ഉലുവയൊക്കെ കളഞ്ഞിട്ടേ. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. നല്ല റിസൾട്ട് കിട്ടും. മുടി വല്ലാതെ കൊഴിയുന്നുണ്ടെങ്കിൽ അത് കൊഴിച്ചിലൊക്കെ മാറി. ഉലുവ തണുപ്പാണ്. പിന്നെ ചെമ്പരത്തിപ്പൂവിൻ്റെ പിന്നെ ഗുണങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, രണ്ടും നല്ലതാണ് തലയ്ക്ക്.
എണ്ണയും കണ്ടതും കടയിൽ നിന്നൊക്കെ വാങ്ങി തേക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ് ഇതൊക്കെ പരീക്ഷിച്ച് നോക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഈ ഒരു ഇതിങ്ങനെ സ്പ്രേ അടിച്ചാൽ മതി തലയിലേക്ക്. ചെറിയ കുപ്പി ഉണ്ടാവുമല്ലോ അതിലാക്കിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കയ്യിലേക്ക് കുറേശ്ശെ എടുത്തിട്ട് തലമുടി ഇതേപോലെ മുന്നിലേക്ക് ഇട്ട് നിന്ന് നന്നായി തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം ഉപയോഗിച്ചത്. കണ്ടോ, ഞാൻ ഇപ്പോൾ കർക്കിടക മാസം ആവാറായപ്പോൾ ചുമരൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഇവർ രണ്ടാളും നോക്കി കിടക്കുകയാണ്. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് ചുമരിലുള്ള ചളികളൊക്കെ ഇവരാക്കണ തന്നെയാണ്. ഇവർ ഇതും കൂടെയൊക്കെ ചളി ഇതാക്കും. അല്ലെങ്കിൽ ആരും ഇല്ലെങ്കിൽ പിന്നെ ചളി ഉണ്ടാവില്ല. അത് ഈ വെള്ള പെയിൻ്റ് ആവുകൊണ്ട് നന്നായി ചളി ഉണ്ടാവും. അപ്പോൾ അമ്മ എന്താ വെച്ചാൽ ചെയ്തോട്ടെ എന്നും പറഞ്ഞിട്ട് കിടക്കുക രണ്ടുപേരും. കണ്ടോ, അവർക്ക് മഴയില്ല, നല്ല ഉറക്കമാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഞാൻ ഇത് മാത്രം കാണിക്കുമ്പോൾ ആമി മിക്കും എവിടെയെന്ന് ചോദ്യം വരും. അതുകൊണ്ടാണ് ഞാൻ ഇവരെയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഞാനിനി എണ്ണയും ഇതൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഞാൻ ഒരുപാട് എണ്ണ അമ്മ കാച്ചി തന്നിട്ടൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ട് കാണിച്ചു തരുന്നുണ്ട്.